മുജാഹിദിന് ദിക്റില്ല എന്നാണ് പ്രചരണം, മുജാഹിദിന് ദുആയില്ലെന്നാണ് പ്രചരണം. എന്നിട്ടോ ഇവര് ചൊല്ലുന്ന ദിക്റോ അല്ലാഹുവിന് പരിചയമുള്ള ദിക്റാണോ, റസൂലുള്ളാഹിക്ക് പരിചയമുള്ള ദിക്റാണോ, സ്വഹാബത്തിന് പരിചയമുള്ള ദിക്റാണോ? ഇവര് ചൊല്ലുന്ന സ്വലാത്ത് അല്ലാഹുവിന്റെ റസൂലിന് പരിചയമുണ്ടോ? സിദ്ദീഖുൽ അക്ബറിന് പരിചയമുണ്ടോ? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് പരിചയമുണ്ടോ? നാരിയ സ്വലാത്ത് മുഹമ്മദ് റസൂലുള്ളാഹി പരിചയപ്പെടുത്തിയതാണോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് നാരിയ സ്വലാത്ത് അറിയുമോ? ഉമർ ഖത്താബ് തങ്ങൾക്ക് നാരിയ സ്വലാത്ത് അറിയുമോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് നാരിയ സ്വലാത്ത് അറിയുമോ? അലിയാരി തങ്ങൾക്ക് നാരിയ സ്വലാത്ത് അറിയുമോ? ഷാഫി ഇമാമിന് നാരിയ സ്വലാത്ത് അറിയുമോ? ഹംബലി ഇമാമിന് നാരിയ സ്വലാത്ത് അറിയുമോ? ഹനഫി ഇമാമിന് നാരിയ സ്വലാത്ത് അറിയുമോ? മാലിക്കി ഇമാമിന് നാരിയ സ്വലാത്ത് അറിയുമോ? ആരാണ് ഈ സ്വലാത്ത് കെട്ടിയുണ്ടാക്കിയത്? പിൽക്കാലത്ത് ഒരാൾ ഉണ്ടാക്കിയ സ്വലാത്തല്ലേ? ഇത് ചൊല്ലാനാണോ നിങ്ങൾ ഈ പാവപ്പെട്ട ജനങ്ങളെ കൊണ്ട് ശക്തം കെട്ടിക്കുന്നത്? എന്നാൽ മുസ്ലിമീങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഒരുപാട് സ്വലാത്തുകളുണ്ട്. ആ കൂട്ടത്തിൽ ഏറ്റവും പോരിശയുള്ള സ്വലാത്താണ് സ്വലാത്തുൽ ഇബ്രാഹിമിയ. അത് മുത്തുനബി ഞങ്ങളോട് പഠിപ്പിച്ച സ്വലാത്താണ്. സഹാബത്ത് ചോദിച്ചല്ലോ, കൈഫ നുസല്ലി അലൈക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സ്വലാത്ത് ചൊല്ലേണ്ടത്? അതാ മുത്തുനബിയുടെ തിരുനാവിൽ നിന്നൊരു സ്വലാത്ത് ഉതിർന്നു വീഴുന്നു. ഖൂലൂ, നിങ്ങൾ പറഞ്ഞോ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. എൻ്റെ പ്രിയപ്പെട്ട ഇവിടെ കൂടിയ ശ്രോതാക്കളോട്, ഈ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ മുഴുവൻ മുസ്ലിമീങ്ങളോടും എന്നോടെന്ന പോലെ ഒരു വസിയത്ത് പറയട്ടെ. നമ്മുടെ ഹബീബായ റസൂലുള്ളാഹിയുടെ പേര് കേൾക്കുമ്പോ നിങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കോ. എവിടെയാണെങ്കിലും നിങ്ങളത് ചൊല്ലിക്കോ. ഏത് സ്ഥലത്ത് വെച്ചാണെങ്കിലും നിങ്ങൾ റസൂലുള്ളാഹിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കോ. 1-ന് 10 പ്രതിഫലമുള്ള ഇബാദത്താണ്. മൻ സല്ലാ അലയ്യ സ്വലാത്തൻ, ആരെങ്കിലും എനിക്ക് വേണ്ടി ഒരു തവണ ഗുണത്തിന് വേണ്ടി ദുആ ചെയ്താൽ അല്ലാഹു അവന് 10 ഗുണം പ്രതിഫലം നൽകുന്നതാണെന്ന് ആരംഭ റസൂൽ ഹബീബായ റസൂലുള്ളാഹി പറയുമ്പോ, സുഹൃത്തുക്കളെ, നമുക്ക് ഒഴിവ് കിട്ടുമ്പോഴൊക്കെ നമ്മൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണം. അടുക്കളയിൽ പാചകം ചെയ്യുന്ന ഉമ്മമാരെ, നിങ്ങൾ അതിനിടയിൽ സ്വലാത്ത് ചൊല്ലിക്കോളൂ. തൊഴിൽശാലകളിൽ അതല്ലാത്ത നിലക്കുള്ള പണികൾ എടുക്കുന്ന തൊഴിലാളികളെ നിങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കോളൂ. വാഹനങ്ങളിൽ കാറോടിച്ചു പോകുന്ന ബസ്സിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരെ നിങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കോളൂ. ബസ് വെയിറ്റിംഗ് ഷെഡിൽ നിങ്ങൾ ബസ് കാത്തു നിൽക്കുന്ന നേരത്ത് സ്വലാത്ത് വർദ്ധിപ്പിച്ചോളൂ. കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ചൊല്ലിക്കോ. നമ്മുടെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കോ. അതിലാർക്കും തർക്കല്ല. പക്ഷേ ഈ കള്ള സ്വലാത്തുകൾ ചൊല്ലണ്ട, നാരിയ സ്വലാത്ത് ചൊല്ലണ്ട, കമാലിയ ചൊല്ലണ്ട, താജുസ്സലാത്ത് ചൊല്ലണ്ട. അങ്ങനെ കുറെ സ്വലാത്തുകൾ ഉണ്ടല്ലോ. ഇവർക്ക് അത് ഇസ്ലാമിലുള്ള സ്വലാത്തല്ല. ഇതാണ് മുജാഹിദുകൾ പറയുന്നത്. അതേപോലെ ഇവർക്ക് കുറെ ദിക്റുണ്ട്. അത് റസൂലുള്ളാഹിക്ക് പരിചയമുള്ള ദിക്റല്ല, സ്വഹാബത്തിന് പരിചയമുള്ള ദിക്റല്ല. ഇവരുടെ ദിക്ർ എന്താണ്? ലാ 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 ദിക്ർ. പിന്നെയോ അല്ല അല്ല ഭ്രാന്തൻ ദിക്ർ, ഇല്ല ഇല്ല. പിന്നെ മൂലയന്മാരൊക്കെ കൂടി ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിട്ട് എത്ര വട്ടം? 313 വട്ടേ. ഇതാണ് ചൊല്ലിയ അങ്ങനെ ഉണ്ടാവും. പിന്നെ അടുത്ത ദിക്റെന്താ? ലാ കണ്ണ ഇല്ലല്ലാ, ലാ മൂക്ക ഇല്ലല്ലാ, ലാ നാക്ക ഇല്ലല്ലാ, ലാ പല്ല ഇല്ലല്ലാ. അറബി തന്നെ ചൊല്ലിത്തരാം. ഇത് മൗലൂദ് കിതാബാ. തമിഴനുണ്ടാക്കിയ മൗലൂദൊന്നുമല്ല, തമിഴന്റെ മൗലൂദല്ല. ഇത് കാന്തപുരം മർക്കസിലെ, പറഞ്ഞുതരാം, കാന്തപുരത്തിന്റെ മർക്കസിലെ ഏറ്റവും വലിയ മൗലിദ് കിതാബ് 366 വക. ഈ 366 വക മുജാഹിദ് അടിച്ചോന്നുമല്ല. ധാരാ പ്രകാശനം ചെയ്യുന്നത് കേട്ടോളൂ. മൗലിദ് കിതാബ് മർക്കസ് മുദരിസ് അബ്ദുൽ അസീസ് സഖാഫി KVK ബുഖാരിക്ക് നൽകി പ്രകാശനം ചെയ്യുന്നു. അപ്പോ ബുഖാരിക്ക് നൽകിയിട്ട് പ്രകാശനം ചെയ്തതാണ് മർക്കസിലെ ഉസ്താദ് സഖാഫി. ഇതിലത്തെ ഒരു ദിക്ർ കേട്ടോളീൻ. കുറച്ച് ക്ഷമിച്ചിരിക്ക. എന്താണെന്നറിയോ, ഇനിയുണ്ട് കുറെ ക്ലിപ്പ് കാണിക്കാൻ. ഡിസ്കോ ദിക്റൊക്കെ ഉണ്ട് വരാൻ പോലെ. അപ്പൊ അതിന്റെ കൊമ്പ് തന്നാണ് ചൊല്ലിത്തരാ.
എന്താണെന്നറിയോ? എന്താ ഇതിൽ കാരണം? ബീരാനൗലിയപ്പാപ്പാട് ദിക്റ. അൻതല്ലദീ അല്ലംതനാ ലാ ഐന ഇല്ലല്ലാഹ് അൻതല്ലദീ അല്ലംതനാ ലാ അൻഫാ ഇല്ലല്ലാഹ് അൻതല്ലദീ അല്ലംതനാ ലാ ഉദുനാ ഇല്ലല്ലാഹ് അൻതല്ലദീ അല്ലംതനാ ലാ സംആ ഇല്ലല്ലാഹ്. ഈ കുറേ പോന്നാൽ അൻതല്ലദീ അല്ലംതനാ ലാ ബത്നാ ഇല്ലല്ലാഹ് അൻതല്ലദീ അല്ലംതനാ ലാ ലിസാനാ ഇല്ലല്ലാഹ് അൻതല്ലദീ അല്ലംതനാ ലാ ശജറാ ഇല്ലല്ലാഹ് അൻതല്ലദീ അല്ലംതനാ ലാ ഹജറാ ഇല്ലല്ലാഹ്. എത്രയാണ് എന്താ ഈ പറഞ്ഞത്? അതിന്റെ പരിഭാഷ എഴുത്. ഈ അറബി വായിച്ചിട്ട് തീരുകയില്ലെങ്കിൽ അതിന്റെ പരിഭാഷ എന്ന് കേട്ടോളി. എന്താണ് പരിഭാഷയിൽ അർത്ഥം കൊടുത്തത്? പരിഭാഷയിൽ പറയുന്നു, കൃത്യമായിട്ട് കാണാം. ലാ കണ്ണ ഇല്ലല്ലാഹ് ലാ മൂക്ക ഇല്ലല്ലാഹ് ലാ കയ്യ ഇല്ലല്ലാഹ് ലാ കാല ഇല്ലല്ലാഹ് ലാ ഖൽബ ഇല്ലല്ലാഹ് ലാ പള്ള ഇല്ലല്ലാഹ് ലാ ശജറ ഇല്ലല്ലാഹ് ലാ ഹജറ ഇല്ലല്ലാഹ് ലാ ഇൻസ ഇല്ലല്ലാഹ്. ആ ഒച്ചിലിഞ്ഞ് ഇവിടെ വേറെ വരും. അപ്പൊ ഇതൊക്കെ മൂപ്പര ദിക്റ. അങ്ങനെ ഒരാളെത്തി എന്ന് നോക്കുമ്പോ അയാൾ മുച്ചീട്ട് കളിക്കുകയാണ്. മുച്ചീട്ട് കളിക്കുമ്പോ അയാൾക്ക് വീരാനൗലിയപ്പാപ്പ ചൊല്ലിക്കൊടുത്ത ദിക്ർ ലാ മുച്ചീട്ട ഇല്ലല്ലാഹ്. അപ്പൊ ഒരാളിങ്ങനെ ചുമക്കണ്, കൊരക്കുക എന്നറിയും ഞങ്ങളുടെ നാട്ടിൽ. പട്ടിയല്ല, മനുഷ്യനെ കൊരക്കുകയാണ്. അപ്പൊ അയാൾ കൊര മാറാൻ എന്താ ദിക്ർ? കൊര മാറാനുള്ള ദിക്ർ ലാ കുര ഇല്ലല്ലാഹ്. എത്ര വട്ടം? ലാ കുര ഇല്ലല്ലാഹ് എത്ര വട്ടാണ്? എത്ര വട്ടാന്നറിയോ? 10,000 വട്ടം. ലാ കാത ഇല്ലല്ലാഹ് 10,000. ലാ നാക്ക ഇല്ലല്ലാഹ് 1,00,000 വട്ടം. ലാ പുക്കള ഇല്ലല്ലാഹ് 6,00,000. ലാ തല വല വാല ഇല്ലല്ലാഹ് 1,00,000. ഇത് നിങ്ങളെ ദിക്റല്ലേ? നിങ്ങൾ പ്രകാശനം ചെയ്ത പുസ്തകല്ലേ? ഈ ദിക്ർ ചൊല്ലാത്തീന ഞങ്ങളെ ദിക്ർ വിരോധികൾ എന്ന് പറയുന്നത്? തീർന്നില്ല. നീ ഭരിക്കേണ്ട ഒരു ആടിയിട്ടുള്ള ഒരു ദിക്ർ. അതിനാ ഞാൻ ഡിസ്കോ ദിക്ർ എന്ന് പറഞ്ഞത്. ഇരുന്നാണ്ട് ജതുബളകണ കുറെ ദിക്റുണ്ട്. ആകെ മനുഷ്യനെ അജബാക്കി കളയുന്ന ദിക്ർ. ഇത് മുജാഹിദുകൾ അംഗീകരിക്കുന്നില്ല. അള്ളാഹുടെ റസൂലിന് പരിചയമല്ല. ഇതാ പറഞ്ഞതെന്ത്? നിങ്ങളും നിങ്ങളുടെ പിതാക്കളും കേൾക്കാത്ത ചില വർത്തമാനങ്ങളുമായിട്ട് ചില കള്ളന്മാര് രംഗത്ത് വരുമ്പോ നിങ്ങളവരെ സൂക്ഷിക്കണേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടില്ലേ? അള്ളാഹുവിന്റെ റസൂലിനോ സഹാബത്തിനോ ലാ കണ്ണ ഇല്ലല്ലാഹ് ലാ ഐന ഇല്ലല്ലാഹ് പരിചയമല്ല, ആടി ദിക്ർ പരിചയമല്ല, ഇല്ലല്ലാഹ് വിളിച്ച് അലറുന്ന ദിക്ർ പരിചയമില്ല.